21 കിലോമീറ്ററോളം കൊടുങ്കാടിൻ്റെ ഉള്ളിൽ കൂടെ, അതും ഒരു ഓഫ് റോഡ് ജീപ്പിൻ്റെ സഹായത്തോടെ മാത്രം എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്റ്റേ. കൂടാതെ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കണ്ട് ഒരു ഗംഭീര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു യാത്ര. ഇതെല്ലാം പെർ ഹെഡ് 3500 രൂപയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര അഡ്വഞ്ചറസ് വ്ളോഗായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 3500 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫോറസ്റ്റ് സ്റ്റേയും ക്യാമ്പ് ഫയറും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ജീപ്പ് സഫാരിയും നൈറ്റ് ഫോറസ്റ്റ് സഫാരിയും അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത നെല്ലിയാമ്പതി ട്രിപ്പ് വേറൊരു രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്, എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, ഇങ്ങോട്ട് എങ്ങനെ പോകാം, എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. രാവിലെ 7 മണിക്ക് എറണാകുളത്ത് നിന്ന് യാത്ര തുടങ്ങി നെന്മാറ വഴിയാണ് നെല്ലിയാമ്പതിയിലേക്ക് കയറാൻ ഉദ്ദേശിക്കുന്നത്. മഴക്കാലമായതുകൊണ്ട് റോഡൊക്കെ ഇങ്ങനെ നനഞ്ഞെടുക്കണം നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇനി കാട് കയറാൻ ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് ഈ മൺസൂൺ ടൈം. നെന്മാറ വഴി പോകുന്നത് കൊണ്ട് നമുക്ക് പാലക്കാടിൻ്റെ ഒരുപാട് നല്ല ഗ്രാമഭംഗിയും ആസ്വദിച്ചുകൊണ്ട് തന്നെ നെല്ലിയാമ്പതിയിലേക്ക് പോകാൻ പറ്റും. അത് മഴക്കാലമായതുകൊണ്ട് ആ ഭംഗിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പോകുന്ന വഴി ഇതുപോലത്തെ ഒരു ചെറിയ ചായക്കട കണ്ടപ്പോൾ വണ്ടി ഒന്ന് നിർത്തി. ആ ഒരു സ്ഥലത്തെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഒരു ചായ കുടിച്ച് തുടങ്ങാൻ പറ്റിയൊരു സ്പോട്ടായിട്ട് ഇതിനെനിക്ക് തോന്നി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നല്ല ചായയൊക്കെ കുടിച്ചൊന്ന് റീഫ്രഷ് ചെയ്തിട്ടാണ് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തത്. വൈകാതെ നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ പരിസരത്തും. അപ്പോൾ അവിടെ തന്നെയാണ് ഒരു ചെക്ക് പോസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളത്. അപ്പോൾ ചെക്ക് പോസ്റ്റ് തുറക്കേണ്ട സമയം എന്താ ഇതിൽ എഴുതിയിട്ടുള്ള പോലെ 7 മണിക്ക് തുറക്കും, 3 മണിക്ക് ക്ലോസ് ചെയ്യും. അതേപോലെ എക്സിറ്റ് ചെയ്യേണ്ടത് വൈകുന്നേരം 5 മണിക്കാണ്. അപ്പോൾ ഇവിടം തൊട്ട് നമുക്ക് ആ ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ആണ് ഈ ത്രൂ ഔട്ട് ഈ റൂട്ടിൽ കിട്ടുന്നത്. മാത്രമല്ല ഇനി പോത്തുണ്ടി ഡാം നിങ്ങൾക്ക് സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി ഫീസ് കൊടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ കാണുന്ന രീതിയിലുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കുറച്ചും കൂടി അടുത്തിറങ്ങി കാണാനും പറ്റും. അങ്ങനെ ആ ചെക്ക് പോസ്റ്റ് ഇവിടെ എത്തുമ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കുക. നമ്മളവിടെ പോയി നമ്മളുടെ വണ്ടി നമ്പറും ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം നമുക്കൊരു പാസ് തരും അവർ. അപ്പോൾ അതായിട്ടാണ് നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് പിന്നെ ആ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടിൽ ആദ്യം നമ്മളെത്തും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നമുക്ക് ഇറങ്ങി വേണമെങ്കിൽ ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് നിൽക്കാം കുറച്ച് നേരത്തേക്ക്. ഇതിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല, റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലത്തെ വ്യൂ ഒക്കെ നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു സെക്ഷനിലുള്ള വ്യൂ ആണ് നമുക്ക് പോത്തുണ്ടി ഡാമിൽ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ കാണുന്ന കുറച്ച് കാഴ്ചകൾ. ഇത്രയും ഭംഗിയുള്ള പരിസരം വൃത്തിയാക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ബിൻ വെച്ചിട്ടും കൂടെ അതിനകത്തിടാതെ പുറത്തേക്ക് വേസ്റ്റ് എറിഞ്ഞ് പോകുന്നൊരു പ്രവണത നമ്മുടെ നാട്ടുകാർക്കുണ്ട്. അപ്പോൾ അതിവിടെ കണ്ടപ്പോൾ അതൊന്നും എടുത്ത് പറയണം തോന്നി. അപ്പോൾ ഇതുപോലെ ഒന്നും നമ്മളിവിടെ പ്രവർത്തിക്കരുത്. ഇടാനുള്ള സ്പേസ് കണ്ടാൽ അത് കൃത്യമായിട്ട് ഇടാനുള്ള സ്ഥലത്ത് തന്നെ കൃത്യം നിക്ഷേപിക്കുക. നമ്മൾ സ്വയം വിചാരിച്ചാൽ തന്നെ നമ്മുടെ നാട് 50% വൃത്തിയായി എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഞാനിവിടെ ഏകദേശം ഒരു 10-15 മിനിറ്റോളം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ യാത്ര വീണ്ടും തുടങ്ങിയത്. അപ്പോൾ ഇനി പോകുന്ന വഴി നല്ലൊരു ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഡ്രൈവ് കിട്ടുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ആ കാഴ്ചകളെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മഴക്കാലത്ത് നമ്മൾ കാട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ച് മുകളിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ട വ്യൂ നല്ല രീതിക്ക് വീണ്ടും ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലത്തെ ചെറിയ രീതിയിലുള്ള കുറേ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് മഴക്കാലത്ത് വരുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. ഇതുപോലെ വലിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ സൈഡിൽ പോയി ഇരിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങാനോ ഒന്നും ആരും ശ്രമിക്കാതിരിക്കുക. കാരണം അതിന് റിസ്ക് ഒരുപാട് നമുക്ക് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളുടെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് കണ്ടാസ്വദിച്ച് തിരിച്ചു പോവുക. അതാണ് എപ്പോഴും വേണ്ടത്. നമ്മൾ ഈ ഹൈറ്റിൽ കയറുന്നതനുസരിച്ച് നമുക്ക് ആ വ്യൂ, നമ്മൾ നേരത്തെ താഴെ കണ്ട വ്യൂ കുറച്ചും കൂടി ഇങ്ങനെ നല്ല രീതിയിൽ വേറെ വേറെ കാഴ്ചകളായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതുകൂടാതെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകളും ഇങ്ങനെ പോകുന്ന വഴി നമുക്ക് കാണാൻ പറ്റും.
അങ്ങനെ കുറച്ച് ദൂരം പോരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ഇതുപോലെ നല്ല കാടിൻ്റെയും ആ മലകളുടെയും ആ ഡാമിൻ്റെ വ്യൂവും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഒരൊറ്റ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള വ്യൂ പോയിന്റ് 2-3 എണ്ണം നമുക്ക് പല പല സ്പോട്ടുകളായിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഓരോന്നിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ വേറെ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഓരോ വ്യൂ പോയിന്റും തരുന്നത്. അങ്ങനെ നെല്ലിയാമ്പതിയിലെ ചെറിയൊരു ടൗണിൻ്റെ ഭാഗത്തേക്ക് അടുക്കുന്തോറും നമുക്ക് കിട്ടുന്ന വഴി ഇതുപോലത്തെ രീതിയിലായിരിക്കും. ആ വഴിയായാലും നമുക്ക് പ്രത്യേക ഒരു വേറിട്ടൊരു കാഴ്ച നമുക്ക് തരുന്നുണ്ട്. അങ്ങനത്തെ ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൻ്റെ മുമ്പിൽ നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ബുക്ക് ചെയ്തിട്ടുള്ള സ്റ്റേയുടെ അവിടെ നിന്ന് ഡ്രൈവർ നമ്മളെ വന്ന് പിക്ക് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് ലാൻഡ്മാർക്ക് പറഞ്ഞത്. നമുക്കപ്പോൾ വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ, അതായത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുമെങ്കിലും കൂടെ നമുക്ക് വേണ്ടുന്ന എന്തെങ്കിലും സ്റ്റേഷനറി ഐറ്റംസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ലാസ്റ്റായിട്ട് വാങ്ങണം. കാരണം ഇത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡാണ്, പിന്നെ കിട്ടില്ല. അങ്ങനെ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ ജീപ്പ് എത്തി. അങ്ങനെ നമ്മളൊരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ നമ്മളെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഇനിയുള്ള യാത്ര മൊത്തം നമുക്ക് ഈ 4x4 ജീപ്പിലാണ്. നമ്മുടെ സ്റ്റേനകത്ത് നമുക്ക് ഇൻക്ലൂഷൻ വരുന്നത് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഈവനിങ് ടീയും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ച സമയത്താണ് നെല്ലിയാമ്പതി എത്തുന്നതെന്നുണ്ടെങ്കിൽ ലഞ്ച് നമ്മൾ ഇവിടുത്തെ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് കയറുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഈ റൂട്ടിലേക്ക് തിരിയുന്നതോടുകൂടെ നമുക്ക് ആ ഒരു ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓഫ് റോഡ് പോകേണ്ട റൂട്ട് സ്റ്റാർട്ടിങ് തന്നെ നമുക്കിതാ ഈ ഒരു രൂപത്തിലാണ് കിട്ടുന്നത്. പക്ഷേ ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്കുള്ള റോഡ്സാണ് നമുക്ക് വരാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ത്രില്ലിങ് മൊമെൻറ്റ്സ് ആണ് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്കൊരു ചെക്ക് പോസ്റ്റ് വരും. അപ്പോൾ ഇവിടെ നമ്മളൊരു ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ജീപ്പിൻ്റെ പൈസ നമ്മൾ തന്നെയാണ് പേ ചെയ്യേണ്ടത്. അത് നമുക്ക് വേറെ റേറ്റിൽ ഇൻക്ലൂഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ വെഹിക്കിൾ ഫീ എന്നുള്ള രീതിയിൽ 100 രൂപ ജീപ്പിന് വരുന്നുണ്ട്. പിന്നെ ഓരോ അഡൾട്ടിനും 80 രൂപ വെച്ചിട്ട് ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് 320 രൂപ, അങ്ങനെ ടോട്ടൽ 420 രൂപയുടെ ടിക്കറ്റാണ് ഞങ്ങൾ ഇവിടെ എടുത്തത്. മാത്രമല്ല ഈ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. കാരണം തിരിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ ആ പോത്തുണ്ടി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമ്മൾ തിരിച്ച് ഏൽപ്പിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കളയാണ്ട് സൂക്ഷിച്ച് നമ്മുടെ പേഴ്സിലോ എവിടെയാണ് സേഫായിട്ട് വെക്കുക. ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഗ്രിപ്പ് കിട്ടാത്ത രീതിയിൽ കിടന്ന് സ്പിന്നാവേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡ്രൈവർ നേരെ ഇറങ്ങി കല്ലൊക്കെ ഇട്ട് വഴി സെറ്റാക്കിയിട്ടാണ് വീണ്ടും ആ ഒരു ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ഇദ്ദേഹമാണ് നമ്മളെ മൊത്തം ഗൈഡ് ചെയ്ത് എല്ലായിടത്തും കൊണ്ടുപോയി നമ്മളെ സ്റ്റേൻ്റെ അവിടേക്കൊക്കെ എത്തിക്കണത്. അപ്പോൾ നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ജീപ്പ് അതിനകത്തുള്ളതുകൊണ്ട് തന്നെ വേറെ നമുക്ക് വിളിച്ച് ബുക്ക് ചെയ്യാനില്ല. പക്ഷേ നിങ്ങളിപ്പോൾ നെല്ലിയാമ്പതി വന്ന് ഇതുപോലത്തെ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി മാത്രം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാതെ ഈ കാണുന്ന വഴി കൂടെ ഒക്കെ ജസ്റ്റ് ഓഫ് റോഡ് ഇതുപോലെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി നമുക്ക് ഒരു 1 ഡേ ട്രിപ്പ് പോലെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ വാട്സപ്പിൽ കയറി ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ പുള്ളി തിരിച്ചു വിളിച്ചോളൂ. ഭയങ്കര സപ്പോർട്ടീവായ ആളാണ്. എല്ലാം നമുക്ക് A to Z ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ അതായത് ഫസ്റ്റ് വ്യൂ പോയിന്റ് നമുക്ക് ഈ ഒരു പരിസരത്താണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ആ ഒരു കൊല്ലങ്കോടിൻ്റെ വ്യൂവും അങ്ങനെ ഒരുപാട് നല്ല ഓപ്പൺ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഓഫ് റോഡിങ് എടുത്താലും അല്ലെങ്കിൽ സ്റ്റേ എടുത്താലും നമുക്ക് ആ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരിയിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷനാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വരുമ്പോൾ സ്റ്റേ എടുക്കാതെ ഒരു 1 ഡേ ട്രിപ്പിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓഫ് റോഡിങ് ജീപ്പ് സഫാരി പാക്കേജ് എടുക്കുമ്പോൾ 3 വ്യൂ പോയിന്റിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് 2800 രൂപയാണ് 8 പേർക്ക് ഒരു ജീപ്പിന് വരുന്ന കോസ്റ്റ്. പക്ഷേ ഈ വീഡിയോ കണ്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് 2800-ന് പകരം 2500-ന് ആൾ സെറ്റ് ചെയ്ത് തരും. പക്ഷെ മറിച്ച് ഇപ്പോൾ സ്റ്റേ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3500 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ഇൻക്ലൂസീവാണ്.
ഇതാണ് നമുക്ക് സെക്കൻഡ് വ്യൂ പോയിന്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ വരുന്നത്. ഇവിടെയാണ് ബ്രഹ്മരൻ സിനിമയുടെ ഒരുപാട് ലൊക്കേഷനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ വ്യൂ പോയിന്റിൽ അത്യാവശ്യം സമയം ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം അതിന് മാത്രം നല്ലൊരു ക്ലൈമറ്റും ഒരു ഗംഭീര ഫീലായിരുന്നു ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടിയ ഒരു മൊമെൻറ്റ്. ഇനി അടുത്ത മൂന്നാമത്തെ വ്യൂ പോയിന്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ കുറച്ച് വേറെ രീതിയിലായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം. അങ്ങനെ മൂന്നാമത്തെ സ്പോട്ടിലേക്ക് പോയപ്പോഴാണ് നമുക്ക് ആ ഫസ്റ്റ് ആനിമൽ സൈറ്റിംഗ് കിട്ടിയത്. അപ്പോൾ ഈ റൂട്ടിൽ സ്ഥിരമായിട്ട് കാട്ടുപോത്തും ആനയൊക്കെ വരാറുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് നമ്മുടെ അടുത്ത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മൂന്നാമത്തെ സ്പോട്ട് നമുക്ക് കിട്ടുന്നത്. കാരാശ്ശേരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. ഇപ്പോൾ ഫോഗ് ഇങ്ങനെ മൂടി നിൽക്കുന്നതുകൊണ്ട് അധികം വ്യൂ ഒന്നും നമുക്ക് പോസിബിൾ അല്ല. എന്നിരുന്നാലും എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി. ഇവിടെ ഇപ്പോൾ നമുക്ക് ഫോഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ആളിയാർ ഡാമും പൊള്ളാച്ചിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റേണ്ടതാണ്. പക്ഷേ നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇപ്പോൾ ഉള്ള രീതിയിലൊക്കെ കണ്ടിട്ടാണ് നമ്മളിവിടെ നിന്ന് തിരിച്ചത്. അപ്പോൾ നോർമലി ഒരു 1 ഡേ ട്രിപ്പിൻ്റെ പാക്കേജായിട്ട് ജീപ്പ് സഫാരി മാത്രം ചൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും ലാസ്റ്റ് വരാൻ പറ്റുന്നൊരു സ്പോട്ട് ഈ കാണുന്നൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇവിടം വരെ എത്തിച്ചിട്ട് തിരിച്ച് പോവുകയും ചെയ്യാം. പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ സ്റ്റേ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ കൂടെ തിക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകാനും പറ്റും. നല്ല ഗംഭീര ഓഫ് റോഡ് വേറെ രീതിക്കാണ് കിട്ടുന്നത്. അപ്പോൾ അതേതൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇവിടം വരെയാണ് നമുക്ക് ലാസ്റ്റ് സ്പോട്ടായിട്ട് ജീപ്പ് സഫാരിയിൽ കിട്ടുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദൂരെ കാണുന്ന ഒരു വൈറ്റ് കളർ കണ്ടില്ലേ, അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. അപ്പോൾ അത്രയും ദൂരം നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വീണ്ടും പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡീപ്പ് ഫോറസ്റ്റിലേക്കുള്ള വഴി ഏത് രീതിയിലാണെന്നും എങ്ങനെയൊക്കെയാണെന്നുള്ളതും നമുക്ക് ഇനിയുള്ള നേരം കണ്ടു നോക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ യാത്ര ചെയ്യുന്ന ഫോറസ്റ്റ് റൂട്ടിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ സ്റ്റേ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ പോകാനുള്ള പെർമിഷനുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ജീപ്പ് സഫാരി മാത്രം എടുത്ത് തിരിച്ചു പോവാതെ നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സ്റ്റേ ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ഫോറസ്റ്റ് റൈഡായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം ഇത്ര നേരം കണ്ട പോലത്തെ ഒരു റൂട്ടല്ല നമ്മൾ ആ ഒരു മൂന്നാമത്തെ സ്പോട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ ഫോറസ്റ്റ് റൂട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം നമ്മൾ എത്തുന്നത് മിസ്റ്റി വാലി എന്ന് പറഞ്ഞ ഈ ഒരു റിസോർട്ടിൻ്റെ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയും സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്നും എനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ മിസ്റ്റി വാലി എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ സ്റ്റേ ഇവിടെ നിന്ന് പിന്നെയും ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ഓഫ് റോഡ് പോയിട്ടാണ് നമ്മുടെ സ്റ്റേ വരുന്നത്.
ഇവിടെ ഇൻഡിവിജ്വൽ കോട്ടേജ് ആയിട്ട് 3 കാറ്റഗറി ആയിട്ടുള്ള രീതിയിലാണ് നമുക്കിവിടെ റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ ഈ ഒരു പരിസരം കുറച്ച് ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ ആനിമൽ സൈറ്റിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിൽ പെടുന്ന രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. മിസ്റ്റി വാലി കഴിഞ്ഞ് കടന്നു പോണ വഴി കൂടെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു കാഴ്ചയും അതിൻ്റെ അവിടുത്തെ ഒരു ഫീലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരു വേറൊരു രീതിയിലുള്ള ഒരുപാട് നല്ല കാഴ്ചകളാണ് നമുക്ക് ഈ റൂട്ട് തരുന്നത്. ഇവിടെ പണ്ട് കാലത്ത് ആൾക്കാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ആരും താമസം ഇല്ലാണ്ട് പൂട്ടി കിടന്ന് അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വന്നാൽ. അപ്പോൾ പോകുന്ന വഴി ഇതുപോലത്തെ ഒരു സൈലൻ്റായിട്ട് ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം നമുക്ക് നല്ല രീതിയിലൊരു നല്ല വ്യൂവിൽ കാണാൻ പറ്റും. ഇവിടെ എത്തിയപ്പോഴേക്കും ഫോറസ്റ്റിൽ ഫോഗ് മൂടിയൊരവസ്ഥ എത്തി. അതോടുകൂടെ കാടിൻ്റെ ഒരു ഭംഗി വേറെ രീതിയിലാണ്. അപ്പോൾ ആ ഒരു കാഴ്ച എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ആ ഫോഗിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഗംഭീര ഫ്രെയിമിൽ കാട്ടുപോത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് കിട്ടിയത്. പക്ഷേ ആ കാട്ടുപോത്ത് ഇറങ്ങി പോണ സമയമായപ്പോഴേക്കും ഫോഗ് നല്ല രീതിയിൽ കവറായി. അതുകൊണ്ട് തന്നെ അതിനെ പിന്നെ കാണാൻ പറ്റിയില്ല. കുറച്ച് നേരം നിന്ന് നോക്കി, വെയിറ്റ് ചെയ്ത് നോക്കി തിരിച്ച് വരുമോ അല്ലെങ്കിൽ കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി. പക്ഷേ പിന്നീട് അതിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പതുക്കെ അവിടെ നിന്ന് വണ്ടി എടുത്ത് വീണ്ടും യാത്ര തുടങ്ങി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഈ മഞ്ഞും ആ കാടിൻ്റെ ആ ഒരു വന്യതയും മൃഗങ്ങളുടെ ആ ഒരു കാഴ്ചയും ജീപ്പ് സഫാരിയും ഓഫ് റോഡും അങ്ങനെ എല്ലാം ബ്ലെൻഡിങ് ആയി നിൽക്കുന്ന ഈ ഒരു കാഴ്ചകൾ ആസ്വദിച്ച് പോകുമ്പോൾ തന്നെ കിട്ടുന്നൊരു ഫീല് ഗംഭീരമാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ ഒരു മാന് ക്രോസ് ചെയ്യണ ഒരു സ്പോട്ട് കിട്ടിയെങ്കിലും കൂടെ ജീപ്പിൻ്റെ സൗണ്ട് കേട്ടോടെ ആശാൻ അങ്ങോട്ട് പെട്ടെന്ന് ഓടിപ്പോയി. അങ്ങനെ ജീപ്പ് ഓഫ് ചെയ്ത് ആ ഒരു ഇറക്കത്തിൽ ആ ഒരു ഫ്ലോയിൽ പോയി നോക്കിയെങ്കിലും കൂടെ പിന്നെ മാനിൻ്റെ ആ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ പറ്റിയില്ല. ആന ചവിട്ടിക്കേറി പോയ പാടാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ സ്ഥിരമായിട്ട് ആന ഇറങ്ങണ റൂട്ടൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ പോകുന്ന സമയത്ത് ആനയൊന്നും സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല.
അങ്ങനെ കാടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ഒക്കെ നമുക്ക് വരും. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ആ വെള്ളത്തിലൊക്കെ ഒന്ന് മുഖം കഴുകിയിട്ടൊക്കെയാണ് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങിയത്. പിന്നീട് അങ്ങോട്ട് ഫോഗ് നിറഞ്ഞ ആ ഒരു അന്തരീക്ഷം പതുക്കെ മാറി തുടങ്ങി. പിന്നെ അങ്ങോട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും ആ ഒരു ഫോഗിൻ്റെ ആംബിയൻസ് വന്നപ്പോൾ ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആ ഒരു കാടിൻ്റെ ഉള്ളിൽ കിട്ടിയത്. പിന്നീട് സ്റ്റേൻ്റെ ഭാഗത്തേക്ക് എത്തുന്തോറും നമുക്ക് ആ ഒരു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു ഡ്രൈവ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ കാണുന്നൊരു ചെറിയൊരു വീടാണ് നമുക്ക് സ്റ്റേയുടെ സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ അത്ര ഗംഭീര ആംബിയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല ഇവിടെ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇവിടെ സ്റ്റേ എടുത്താലാണ് നമുക്ക് കുറേ കൂടെ ഡീപ്പ് ഫോറസ്റ്റിനുള്ളിൽ കൂടെയുള്ള ഒരു ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. എനിക്ക് ഇവിടുത്തെ ആ ഒരു ലിമിറ്റേഷനൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല. അത് നിങ്ങളിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞു തന്നെയാണ്. കാരണം ചുറ്റും ഫോറസ്റ്റ്, അതിന് നടുവിൽ നമുക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേ, അത് തന്നെയാണ് ഇവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ആയൂർ വാലി എന്നാണ് ഈ ഒരു ഹോം സ്റ്റേൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്കിങ്ങനെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേയുടെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3500 രൂപ പെർ ഹെഡ് എന്നുള്ള കോസ്റ്റാണ് ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യാൻ വരുന്ന ചാർജ്. അപ്പോൾ അതിൽ നമുക്ക് ഇൻക്ലൂഷനായിട്ട് കിട്ടുന്നതാണ് നമ്മളെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന നമ്മൾ ഇത്ര നേരം വന്ന വഴി കൂടെ വരുന്ന ജീപ്പ് സഫാരി. മാത്രമല്ല വന്നു കഴിഞ്ഞാൽ ഒരു ഈവനിങ് ടീ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും. അത് കഴിഞ്ഞ് വൈകുന്നേരം ക്യാമ്പ് ഫയർ ഉണ്ടാവും, പിന്നെ ഡിന്നർ ഉണ്ടാവും. ഡിന്നറിന് ശേഷം നൈറ്റ് സഫാരി എന്നുള്ള രീതിയിൽ വീണ്ടും ജീപ്പിൽ തന്നെ നമുക്ക് രാത്രി ഇവരെ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയൊരു ഫോറസ്റ്റ് റൈഡ് എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ ഫോറസ്റ്റിലേക്ക് കയറില്ല, നമ്മൾ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഇവിടെ ചുറ്റും ഫെൻസിങ് ഉള്ള ഒരു സ്പോട്ടിൽ കൂടെ ഇങ്ങനെ നമ്മളെ ജീപ്പ് സഫാരിയിൽ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ ആനിമൽ സൈറ്റിംഗ് ഒക്കെ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ളൊരു നൈറ്റ് സഫാരിയും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഒരു കാട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു സ്റ്റേ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പറ്റിയൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇതിനെ ഫീൽ ചെയ്തത്. കൂടാതെ ഇതെല്ലാം ഒരാൾക്ക് 3500 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ഹോളുണ്ട്. അപ്പോൾ ഉള്ളിലും നമുക്ക് ഡൈനിങ് സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ടോട്ടൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വീട്ടിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള റൂംസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ വളരെ നീറ്റായിട്ട് തന്നെയാണ് ആ ഉള്ളത് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ. അതുകൊണ്ട് വൃത്തിയുടെ കാര്യമൊന്നും വേറെ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. വാഷ്റൂം ആയാലും നല്ല നീറ്റായിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫുഡിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയണം. കാരണം അത്ര ഗംഭീര ടേസ്റ്റാണ് ഇവിടുത്തെ ആ ഒരു ഫുഡിൽ അവർ സെറ്റ് ചെയ്ത് തരുന്നത്. കാരണം കിട്ടിയ പെപ്പർ ചിക്കൻ ആയാലും 65 ആയാലും ഒരു ഗംഭീര ടേസ്റ്റാണ് നമുക്കിവിടെ ഫീൽ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി, റൈസ്, പിന്നെ ചിക്കൻ കറി, ഇതെല്ലാം അൺലിമിറ്റഡ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ടെൻഷനും വേണ്ട. വന്നു കഴിഞ്ഞാൽ ഗംഭീര ഫുഡ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കണ്ട മെനു ആണ് നമുക്ക് ഈ റേറ്റിനകത്ത് ഇൻക്ലൂഷനായിട്ട് ഡിന്നറിന് കിട്ടുന്നത്. പിന്നെ ഇതുപോലത്തെ പാർട്ടി ബോക്സ് ഉള്ളതുകൊണ്ട് തന്നെ രാത്രി ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചില്ല് ചെയ്യാനും പറ്റും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ആ ഒരു ഡ്രോൺ ഷോട്ട് എടുത്തപ്പോൾ തന്നെ ഗംഭീര വ്യൂ ആണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. അതിനകത്ത് പുട്ടും കടലയാണ് മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സെർവ് ചെയ്യണത്. പിന്നെ നമ്മൾ ഇന്നലെ കഴിച്ച ചിക്കൻ കറി ബാക്കിയുള്ളതുകൊണ്ട് അതും നമുക്ക് ചൂടാക്കി തന്നു. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ക്വാളിറ്റി ഇവിടെ എടുത്ത് പറയേണ്ട തന്നെയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം അത്രയും ഗംഭീരമായതുകൊണ്ട് തന്നെയാണ്. നല്ലൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് എക്സ്പീരിയൻസ് നോക്കുന്ന ഏതൊരാളും 3500 രൂപ കൊടുത്ത് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഇതൊക്കെ ഒന്ന് നേരിട്ട് അനുഭവിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ കാശ് പോയല്ലോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരാത്ത രീതിയിലുള്ള ഒരു ഗംഭീര അനുഭവമാണ് നമുക്ക് ആയൂർ വാലി എന്ന് പറയുന്ന ഈ ഒരു ഹോം സ്റ്റേയിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേ നമുക്ക് ഒരു ദിവസം ഒരു ടീം ഓഫ് ഗസ്റ്റിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിനിമം ഒരു 6 ആൾക്കാരുണ്ടെങ്കിലാണ് ഇവർ സ്റ്റേ അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ മാക്സിമം ഗ്രൂപ്പായിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നല്ല ചില്ല് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്പോട്ട് നോക്കുന്ന ഏതൊരാൾക്കും ഒരു അടിപൊളി മൊമെൻറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. പിന്നെ ഈ സ്റ്റേ ഒരു ഫോറസ്റ്റിനകത്തായതുകൊണ്ട് തന്നെ മൊബൈൽ നെറ്റ്വർക്ക് ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ വൈഫൈ ഫെസിലിറ്റി അവൈലബിൾ ആണ്.
അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നെല്ലിയാമ്പതി വിസിറ്റ് ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ സ്റ്റേ ബുക്ക് ചെയ്യാനുള്ള നമ്പറും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ഇത് ബുക്ക് ചെയ്ത് ഒരു ഗംഭീര മൊമെൻറ്റ് ഇവിടെ വന്ന് ചിലവഴിക്കാൻ പറ്റും.